Good morning. Good morning, ma'am. Good morning, Miss. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. നമുക്ക് തുടങ്ങിയാൽ അന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ഓൾറെഡി ചെയ്യാണ്. കഴിഞ്ഞ ദിവസം നമ്മള് കുറച്ചധികം കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലെ? 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ പോളിസികളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? രജിസ്ട്രേഷൻ സംവിധാനം ഓർമ്മയുണ്ടല്ലോ, നമ്പറിംഗ് സിസ്റ്റം, അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിരുന്നു നമ്മൾ. ഒരു ഫിസിഷ്യൻ ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. 30 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു 2 കാര്യങ്ങളാണ് നന്നായി പഠിച്ചത്. പിന്നെ കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോഡിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അല്ലെ? ICD ക്ലാസിഫിക്കേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മെഡിക്കൽ റെക്കോർഡ്സിന്റെ വിവരങ്ങള് കോഡ് ചെയ്തിരിക്കണം അല്ലെ? അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മിസ്സിംഗ് റെക്കോർഡ്സ് അല്ലെ? റെക്കോർഡ്സ് മിസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് പിന്നെ നമ്മൾ കണ്ടത് അല്ലെ? റെക്കോർഡ് മിസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മിസ്സായ റെക്കോർഡിന്റെ സിമിലർ മെഡിക്കൽ റെക്കോർഡ് നമ്പറും 30 ID ആക്ട് ഉപയോഗിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? അതോടൊപ്പം തന്നെ ഒറിജിനൽ മെഡിക്കൽ റെക്കോർഡ് ട്രേസ് ചെയ്യാനുള്ള നടപടികളും അതിനോടൊപ്പം തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ എന്താണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡൊക്കെ ആരാണ് സൂക്ഷിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫയൽ ചെയ്ത് വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു അല്ലെ? പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ആണ് അല്ലെ? മൾട്ടിപ്പിൾ റെക്കോർഡ്സ് വരുന്ന സാഹചര്യത്തില് എന്താണ് ചെയ്യുന്നത് അല്ലെ? സാധാരണ ഒരു യൂണിറ്റ് റെക്കോർഡ്, ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡാണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു മറ്റുള്ള റെക്കോർഡ്സുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഒരു റെക്കോർഡ് നിലനിർത്താനായിട്ട് ശ്രമിക്കണം. അതാണ് ഒരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴും കൊടുക്കുന്നത് മെഡിക്കോ ലീഗൽ റെക്കോർഡിനാണ്. സെക്കൻഡ് പ്രയോറിറ്റി എന്താണ്? ഈ പറയുന്ന ഏതായിരുന്നു? ഒബ്സ്ട്രക്റ്റിസ് റെക്കോർഡ് അല്ലെ? ഒബ്സ്ട്രക്റ്റിസ് റെക്കോർഡിനാണ്. തേർഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഡ്മിറ്റഡ് റെക്കോർഡിനും. ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓൾഡസ്റ്റ് റെക്കോർഡിനുമാണ്. പക്ഷെ ഓൾഡസ്റ്റ് റെക്കോർഡ് ആണെങ്കിലും ഇത് കണ്ടെയ്ൻഡ് റിലവന്റ് ഇൻഫർമേഷൻ. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിലുള്ള പോയിന്റുകൾ അവിടെ പഠിക്കാൻ ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ആണ് കേട്ടോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് എന്തൊക്കെ പോയിന്റുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത് നോക്കാം. ഒന്നാമത് ഇതാണ്, it is the responsibility of the medical record department to supply of the medical records to authorized person. For എന്താണ്? കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സുകള് സപ്ലൈ ചെയ്യാനായിട്ട്, അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നുണ്ടാവുക അല്ലെ? അത് ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അധികാരപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാം അല്ലെ? ആർക്കൊക്കെ, അല്ലെങ്കിൽ ആർക്കെന്നുള്ളതല്ല പറയണത്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? അതാണ് 4 പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് പേഷ്യന്റ് കെയർ ആണ് അല്ലെ? പേഷ്യന്റ് കെയർ അതായത് രോഗികൾക്കായിട്ടുള്ള പരിചരണം. ശരിയല്ലേ? നമുക്ക് രോഗിയുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടേഴ്സിനോ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് നമുക്ക് എന്ത് സപ്ലൈ ചെയ്യാം? മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ ഒന്നാമത്തെ സാഹചര്യം എന്താണ്? പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാം അല്ലെ? രണ്ടാമത്തെ എന്താണ്? മെഡിക്കോ ലീഗൽ പർപ്പസ് അല്ലെ?
നമ്മൾ കണ്ടതാണ് MLC അല്ലെ, മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കോടതികൾക്ക് അല്ലെങ്കിൽ ലോയേഴ്സിനൊക്കെ ചില ലീഗൽ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് അതെനിക്ക് കറക്റ്റ് ആണ് എവിഡൻസ് അല്ലെ, ലീഗൽ പ്രൊസീഡിങ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളുണ്ട് അല്ലെ, പറയുന്ന പേഷ്യൻസുകള് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ക്ലെയിം ചെയ്യുന്നതിന് എന്ത് വേണ്ടി വരും, ഈ പറയുന്ന ഒരു എവിഡൻസ് ആയിട്ട്, ഈ പറഞ്ഞ പോലെ എവിഡൻസ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട്. അങ്ങനെ അല്ല, പിന്നെ മറ്റു ഈ പറയുന്ന ഇങ്ങനെ മെഡിക്കോ ലീഗൽ പോളിസി അങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എന്താണ്, മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസിൽ പറയുന്നുണ്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അല്ലെ. ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അല്ലെ, അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട്, പിന്നെ ഫിനാൻഷ്യൽ പർപ്പസ് നമുക്കറിയാം അല്ലെ, ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമും അതിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവാം, ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കാം അല്ലെ. നമ്മുടെ മറ്റേ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതിൽ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന രോഗിയുടെ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കറക്റ്റ് ആണ്, ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അവർക്കും നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ റിപ്പോർട്ട്സ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പിന്നെന്താണ് നാലാമത്തെ പോയിന്റ്, ക്ലിനിക്കൽ മീറ്റിംഗ്സ് ആണ് അല്ലെ. എന്താണ് ക്ലിനിക്കൽ മീറ്റിംഗ്സ്, ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന ചില കോൺഫറൻസുകള് അതുപോലെ തന്നെ മീറ്റിംഗ് സെമിനാറിലൊക്കെ അവർക്ക് പങ്കെടുക്കുന്നുണ്ടാവും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അപ്പോഴൊക്കെ നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ വരെ കോൺഫറൻസിലോ അല്ലെങ്കിൽ മീറ്റിംഗ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗമാകുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയുള്ള പോയിന്റുകൾ, അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് സപ്ലൈ ചെയ്യുന്നത്, ആരാണ്, അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. MRD ഡിപ്പാർട്ട്മെന്റിനാണ് സപ്ലൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, ഒന്ന് പേഷ്യന്റ് കെയർ അല്ലെ, രോഗിയുടെ പരിചരണത്തിനായിട്ട് നമുക്ക് ഡോക്ടേഴ്സിന് സപ്ലൈ ചെയ്യാം. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, മെഡിക്കോ ലീഗൽ പർപ്പസസ് അല്ലെ, മെഡിക്കോ ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് MLC കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാം. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. പിന്നെന്താ പറയുന്നത്, ക്ലിനിക്കൽ മീറ്റിംഗ്സ് അല്ലെ, പറയുന്ന ഡോക്ടേഴ്സുകള് അവരുടെ കോൺഫറൻസിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെമിനാറിന് കോൺഫറൻസിനൊക്കെ പോകുന്നതിന്റെ ഭാഗമായിട്ടും ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 4 പോയിന്റ് പഠിച്ചു വെക്കാം കേട്ടോ. പേഷ്യന്റ് കെയർ, മെഡിക്കോ ലീഗൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ഇത് നമുക്ക് സപ്ലൈ ചെയ്യാവുന്ന സാഹചര്യങ്ങളാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് അറിയോ, സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങളാണ്. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, the records should not be sent out of the MRD. അപ്പൊ അതിനകത്ത് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതും റിസർച്ച് എന്നുള്ളതും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, വരച്ചു വെച്ചോളൂ. ഏത് കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പാടില്ല, ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലെ, മെഡിക്കൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിന്റെ ഗവേഷണത്തിന്റെയൊക്കെ കാര്യങ്ങൾക്കായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇപ്പൊ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കണ്ടു, സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചിന്റെ ഭാഗമായിട്ടും മെഡിക്കൽ റെക്കോർഡ്സ് എവിടെ നിന്ന് സപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണ് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തരും പേഷ്യന്റ് കെയർ, മെഡിക്കോ ലീഗല്, ക്ലിനിക്കൽ മീറ്റിംഗ്, ഒരെണ്ണം ചിലപ്പോൾ തരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് പർപ്പസിന് ഒരിക്കലും മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്, മനസ്സിലാകുന്നുണ്ടോ, ഓക്കെ ആണോ, ഓക്കെ ആവുന്നുണ്ടോ?
ഓക്കെ ആണ് അല്ലെ? എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാം കേട്ടോ. വേറെ കൂടുതലൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ സപ്ലൈ ഓഫ് റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ കേട്ടോ. അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. എന്താണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ? നമ്മൾ തുടക്കം തന്നെ രജിസ്ട്രേഷൻ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനുമായിട്ട് 24 അവർ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ് ആക്സിഡന്റ് എമർജൻസി പേഷ്യൻസിനായിട്ടും 24 അവർ പ്രവർത്തിക്കുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകൾക്കായിട്ടും പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനം ആവശ്യമാണ്. ഓക്കെ, അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. കാര്യം ഇതൊക്കെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കേസുകളാണ് അല്ലെ. MLC കേസ് എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. There should be a central medico legal register retained in the accident and emergency department under the control of ചീഫ് മെഡിക്കൽ ഓഫീസർ. ആരാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ? CMO. CMO എന്ന് പറയുന്ന ആരാണ്? ചീഫ് മെഡിക്കൽ ഓഫീസർ. ആരാണ്? ചീഫ് മെഡിക്കൽ ഓഫീസർ. എന്താണ് അവിടെ പറയുന്നത്? ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തില് ഈ പറയുന്ന ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എന്ത് ഉണ്ടായിരിക്കണം? ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കറിയാം പെട്ടെന്ന് ഒരു എമർജൻസി കേസ് എവിടേക്കാ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് കൊണ്ടുവരിക. ചിലപ്പോൾ കൊണ്ടുവരുന്ന കേസുകളില് MLC കേസുകളാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ വല്ല കൊലപാതകമോ അല്ലെങ്കിൽ വല്ല എന്താ പറയാ എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അപ്പൊ അത്തരം കേസുകൾ വരുമ്പോ അത് മാത്രം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ പറയുന്ന ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് MLC രജിസ്റ്റർ കീപ്പ് ചെയ്യണം, അവിടെ ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. അത് ആരുടെ കൺട്രോളിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തില് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഈ പറയുന്ന മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് അഡ്മിറ്റഡ് ഫ്രം കാഷ്വാലിറ്റി, outpatient and inpatient services must be registered in the central medico legal register. ഈ പറയുന്ന എല്ലാ MLC കേസുകളും ഇപ്പൊ കാഷ്വാലിറ്റിന്ന് വരുന്നതായിക്കോട്ടെ, ഔട്ട് പേഷ്യന്റോ ഇൻപേഷ്യന്റോ എന്നൊക്കെ വരുന്നതായിക്കോട്ടെ, ഏത് MLC കേസുകളും നമ്മൾ ഈ പറയുന്ന രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. MLC കേസാണോ ഈ രജിസ്റ്ററിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് അഡ്മിറ്റഡ് ഫ്രം കാഷ്വാലിറ്റി, ഔട്ട്പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസസ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് ഇൻ ദ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് on each registered case to make sure that the case has been registered. അതായത് ഈ പറയുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളുടെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണം, ഒട്ടിച്ചിരിക്കണം. എന്നാലാണ്, കാരണം ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പൊ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? രജിസ്റ്റർ ചെയ്ത കേസുകളുടെ മുകളില് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ആ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തത് കാണുമ്പോൾ നമുക്കറിയാം ആ കേസ് രജിസ്റ്റേർഡ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? The completed central medico legal register has to be kept under the custody of the MRO. ആരാണ് MRO എന്ന് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളും ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കീഴിലാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളും ആരാണ് സൂക്ഷിക്കേണ്ടത്? ഈ പറയുന്ന MRO അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ്. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ് അത് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഓരോ പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal case records are complete. അല്ലെ, നമ്മള് ഈ പറയുന്ന മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾ അല്ലെ, MLC റെക്കോർഡ്സുകളൊക്കെ
കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാമോ? ഈ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും നമ്മൾ പോലീസിനെ അറിയിച്ചിരിക്കണം. തീർച്ചയായിട്ടും അത് NLC കേസാണ്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ആരെ അറിയിച്ചിരിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. ആര് വഴിയായിട്ട് അറിയിച്ചിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും ആരെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യണം? പോലീസിനെ വിവരം അറിയിക്കണം അല്ലെ, പോലീസിലേക്ക് നമ്മൾ അറിയിപ്പ് അത് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ മെഡിക്കോ ലീഗൽ കേസ് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആണെന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണെങ്കിലും പോലീസാണ് അല്ലെ. അപ്പൊ എല്ലാ കേസുകളും പോലീസിനെ നമ്മൾ അറിയിക്കണം. ആരിലൂടെ അറിയിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അറിയിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? These have to be kept under safe custody of a responsible officer in the medical record department. നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സുകളും ഫയലുകളും എല്ലാം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. റെസ്പോൺസിബിൾ ഓഫീസർ ആരായിരിക്കും? മിക്കവാറും RO ആയിരിക്കും അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ് ഈ പറയുന്ന രജിസ്റ്ററുകൾ എല്ലാം തന്നെ സൂക്ഷിക്കേണ്ടത്. അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. മെഡിക്കോ ലീഗൽ കേസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് MLC രജിസ്റ്റർ ഉണ്ടായിരിക്കണം, മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ MLC കേസുകളും ഈ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ കേസിന്റെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം, ഒട്ടിച്ചു വെച്ചിരിക്കണം. അത് രജിസ്റ്റേർഡ് ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രജിസ്റ്റർ ചെയ്ത കേസുകളുടെ മുകളിലായിട്ട് ഒരു തെളിവ് വേണമല്ലോ, നമുക്ക് രജിസ്റ്റേർഡ് കേസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അതിന്റെ മുകളിലായിട്ട് അഫിക്സ് ചെയ്തിരിക്കണം, ഒട്ടിച്ചിരിക്കണം. പിന്നെ മാത്രമല്ല, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ രജിസ്റ്ററുകളും ആരുടെ കസ്റ്റഡിയിലാണ് കീപ്പ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കീഴിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ MLC കേസുകളും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആരെ അറിയിക്കേണ്ടതാണ്? പോലീസിനെ അറിയിക്കേണ്ടതാണ്, പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുകയല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യം. പഠിക്കാനില്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അത്രയേ ക്ലിയർ ആണല്ലോ? മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ എന്നാണ് മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്തത് കേട്ടോ, അടുത്ത നമുക്ക് നോക്കാം റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് മെഡിക്കൽ റെക്കോർഡ്സിനകത്തുള്ള വിവരങ്ങളെ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞത് സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് മൊത്തമായിട്ട് എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് വിതരണം ചെയ്യാം. ഇതല്ല, റിലീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ്സിനകത്തുള്ള ചില വിവരങ്ങൾ ഉണ്ടല്ലോ, അത് പുറത്തു വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എത്തിക്സ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചപ്പോ നമ്മൾ പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് പഠിച്ചു അല്ലെ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് പഠിച്ചപ്പോ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നുണ്ട് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് അല്ലെ. ഒരു രോഗിയുടെ സ്വകാര്യത നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ അവകാശമാണ്. ആ അവകാശം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാനായിട്ട് പാടില്ല. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് വിവരങ്ങൾ പുറത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിവരങ്ങളാണെങ്കിലും നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ആ ഒരു രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ പറ്റിയാണ് അവിടെ ആദ്യം പറയുന്നത് കേട്ടോ. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? സ്വകാര്യത നിലനിർത്താനാണ് ഉദ്ദേശിച്ചത്. സ്വകാര്യതയാണ് കേട്ടോ കോൺഫിഡൻഷ്യാലിറ്റി. നമുക്ക് നോക്കാം. മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ whether in oral form or written documentation relating to any identified patient is confidential. സെന്റൻസ് അവസാനിക്കാണ്. അതായത് ഈ പറയുന്ന ഏതൊരു രോഗിയുടെയും ഏതൊരു ഐഡന്റിഫൈഡ് പേഷ്യന്റിന്റെയും എന്താ പറയാ ഈ രേഖകള് അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻ, അവരുടെ ആരോഗ്യ വിവരങ്ങള് അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ്, അത് ഈ പറയുന്ന പോലെ വാക്കാലുള്ളതോ അല്ലെങ്കിൽ രേഖാമൂലമുള്ളതോ ആയ എന്ത് തന്നെ ആയിക്കോട്ടെ ഹെൽത്ത് ഇൻഫർമേഷൻസും മെഡിക്കൽ റെക്കോർഡ്സും തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ, രഹസ്യാത്മകമായിരിക്കണം. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ്ലി ഇതിൽ എ കൊടുക്കുന്നത് എ ക്യാപിറ്റൽ ലെറ്റർ ഇടാം കേട്ടോ. എ ക്യാപിറ്റൽ ലെറ്റർ ഇടാൻ ഒരു പുതിയ സെന്റൻസ് ആണ്. അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ഇൻഫർമേഷൻ
obtainable either in the form of medical records, disease and operation indexes, photographs, microfilms, videotapes, audio tapes, or other devices used for these purposes should be treated as a confidential document. അത്രയേ ഉള്ളൂ. അതായത് അതനുസരിച്ച് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രോഗിയുടെ വിവരങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാലോ മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് മാനുവലി സ്റ്റോർ ചെയ്ത് വെക്കാം, ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ സംഭരിച്ചു വെക്കുന്ന വിവരങ്ങള്, മെഡിക്കൽ റെക്കോർഡ്സുകള്, രോഗിയുടെ അസുഖങ്ങള് അല്ലെ, അവരുടെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഇൻഡെക്സസ്. ഓപ്പറേഷൻ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഒരു രോഗി ഓപ്പറേഷൻ നടത്തുമ്പോൾ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങള് കൃത്യമായിട്ട് ഒരു കാറ്റലോഗ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്നതാണ് കേട്ടോ ഓപ്പറേഷൻ ഇൻഡെക്സസ് എന്ന് പറയുന്നത്. അത് മറ്റുള്ള ഡോക്ടേഴ്സിനായാലും അനസ്തേഷ്യോളജിസ്റ്റിനായാലും അവർക്കൊരു റെഫറൻസ് ഗൈഡ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ഓപ്പറേഷൻ നടപടിക്രമങ്ങളാണ് കേട്ടോ ഓപ്പറേഷൻ ഇൻഡെക്സസ്. പിന്നെ ഈ പറയുന്ന സർജറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫ്സ്, മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്പ്, ഓഡിയോ ടേപ്പ്, പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും രഹസ്യരേഖകളായിട്ട് തന്നെ കണക്കാക്കിയിരിക്കും. അതൊന്നും അങ്ങനെ പുറത്ത് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. റിലീസ് ചെയ്യാം, ചില സാഹചര്യങ്ങൾ അവർ പറയുന്നുണ്ട്, പക്ഷെ ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ രഹസ്യരേഖകളായിട്ട് തന്നെ കണക്കാക്കിയിരിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇതൊക്കെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയാ വീഡിയോ CD ഒക്കെ ആക്കിയിട്ട് അത് പേഷ്യന്റിന് കൊടുക്കും. കാരണം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ പ്രൂഫിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് അത് CD കിട്ടുന്നത് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ രഹസ്യരേഖകളായിട്ട് തന്നെ കണക്കാക്കി. ഓക്കെ, പിന്നെന്താണ്? സോ ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ പെർമിറ്റഡ് ടു ഡീൽ വിത്ത് സച്ച് ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ ഇത്തരം ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടാവുകയുള്ളൂ അല്ലെ. എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫുകൾ? അവിടുത്തെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആരൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫുകൾ? ആരൊക്കെയാണ് നോക്കാം. ഓതറൈസ്ഡ് സ്റ്റാഫ്സ് ആർ ദോസ് who are looking after the patient, normally including medical, nursing and paramedical personnel and the staff of the MR. ആരൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല്? ഈ പറഞ്ഞ രോഗിയെ പരിചരിക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെ. മെഡിക്കൽ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകള്, പിന്നെ പാരാമെഡിക്കൽ പേഴ്സണൽസ് അല്ലെ. പാരാമെഡിക്കൽ സ്റ്റാഫുകളിൽ ഈ പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകള്, ഡയറ്റീഷ്യന്മാര്, പിന്നെ ഫാർമസിസ്റ്റുകള്, ലാബ് ടെക്നീഷ്യന്മാര്, അതൊക്കെ പാരാമെഡിക്കൽ സ്റ്റാഫുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവര്. പിന്നെ എന്താണ്? സ്റ്റാഫ് ഓഫ് ദ MRD അല്ലെ. ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ. ഇവരൊക്കെയാണ് എന്ത് ഓതറൈസ്ഡ് സ്റ്റാഫുകളായിട്ട് പറയുന്നത്. ഇവർക്ക് മാത്രമാണ് മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങള് ആക്സസ് ചെയ്യാനും പുറത്തുവിടാനൊക്കെയുള്ള എന്താ പറയുക കൈകാര്യം ചെയ്യാനൊക്കെയുള്ള അനുവാദമുള്ളവര് ഈ പറയുന്ന ഓതറൈസ്ഡ് സ്റ്റാഫുകളാണ് കേട്ടോ. ആരൊക്കെയാണ്? മെഡിക്കൽ ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫുകള്, പാരാമെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അതാണ് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതാണ് കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, MRD ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ, ഇതൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫുകൾ. നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളത്? അപ്പൊ ആർക്കാണ്? അപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു ഓതറൈസ്ഡ് സ്റ്റാഫിനേ ഉള്ളൂ. ഓതറൈസ്ഡ് സ്റ്റാഫുകൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പെടാത്ത ആരെങ്കിലും തരും കേട്ടോ. പെടാത്ത ആരെങ്കിലും തരും. അപ്പോഴാണ് അത് ആരാണെന്ന് തിരിച്ചറിയാനാവും ചോദിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അടുത്ത നോക്കണം. റിലീസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തുവിടേണ്ടത്? ഓക്കെ, എങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു വിടേണ്ടതെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നോക്കുക. ഒന്നാമത്തത് കണ്ടീഷൻസ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. എക്സാമ്പിള് ഇഞ്ചുറീസ്, എന്തെങ്കിലും പരിക്കുകൾ വരാം. അതുപോലെ തന്നെ പോയിസണിങ് അല്ലെ, വിഷബാധ. പിന്നെന്താണ്? അബോർഷൻ, ഗർഭഛിദ്രങ്ങൾ. ശരിക്കും ലീഗലി പ്രൊഹിബിറ്റഡ് ആണ്. വിഷബാധ നടക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ, അബോർഷൻസ്.
പിന്നെ കേസസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്, ആക്സിഡന്റ് കേസുകള്, സൂയിസൈഡ്സ് അല്ലെ, ആത്മഹത്യ, ഹോമിസൈഡ്സ്, കൊലപാതകങ്ങള്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസുകള് ഹാവ് ടു ഇന്റിമേറ്റഡ് ദ പോലീസ് ഓർ അതർ ലീഗൽ അതോറിറ്റീസ്. അപ്പൊ ഇത്തരം കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഒട്ടുമിക്കത് എന്താണ്, MLC കേസുകളാണ് അല്ലെ, മെഡിക്കോ ലീഗൽ കേസുകളാണ്. ഇത്തരം കേസുകൾ നമ്മൾ ആരെ അറിയിച്ചിരിക്കണം, പോലീസിനെയോ മറ്റു നിയമ അധികാരികളെയോ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. എന്ന് പറഞ്ഞാല് അത്തരം വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യണം അല്ലെ. റിലീസ് ചെയ്തേ മതിയാവും, കാര്യം അത് കേസ് ആവണതാണ്. അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അത് പുറത്തു വിട്ടേ മതിയാവും അല്ലെ. അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് വിടാം അല്ലെ, പുറത്തോട്ട് റിലീസ് ചെയ്യാം. പിന്നെന്താണ്, ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. അത് മാത്രമല്ല ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അല്ലെ, ഈ പറയുന്ന പകരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. അതായത് അങ്ങനെയുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തു വിട്ട് തന്നെ വേണം. അപ്പൊ നമ്മൾ കൊറോണ വന്നു അല്ലെ, നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു, അത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തപ്പോ തന്നെ നമ്മൾ അത് പുറത്തോട്ട് ആ വിവരം റിലീസ് ചെയ്തിരുന്നു അല്ലെ. അല്ലാണ്ട് അത് മിക്സിയാക്കി വെക്കുകയല്ല ചെയ്ത് പുറത്തോട്ട് റിലീസ് ചെയ്ത്. അതുപോലെ നമ്മുടെ കോഴിക്കോട് നിപ്പ വൈറസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തപ്പോ പെട്ടെന്ന് അത് പുറത്തോട്ട് കിട്ടും അല്ലെ. അതെന്തിനാണ്, അതൊരു നല്ല പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കാര്യം അങ്ങനൊരു പകർച്ചവ്യാധി വരുമ്പോൾ അത് പുറത്ത് റിലീസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടമാനം ആളുകളുടെ ഇടയിൽ വ്യാപിക്കും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ഇങ്ങനൊരു പുതിയ എന്തൊരു HMPV-യോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുതിയൊരു വൈറസ് ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അതേ മുൻകരുതലുകളോട് കൂടി തന്നെ മുന്നോട്ട് പോകും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ മാത്രമേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തോട്ട് റിലീസ് ചെയ്യണം. ഓക്കെ, അതാണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെന്താണ്, ഇവന്റ്സ്, അതായത് സംഭവങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബർത്ത്, ഡെത്ത് ആൻഡ് സോയിറ്റൽ ഡെത്ത് അല്ലെ. ഈ പറയുന്ന ജനനം, അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുമല്ലോ, ജനനം അറിയിക്കണം, മരണം, അതുപോലെ നമ്മുടെ ഫോയിറ്റൽ ഡെത്ത് അല്ലെ. ഈ പറയുന്ന ഗർഭത്തിലിരിക്കുക, ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരം ഇവന്റുകളെല്ലാം ഹാവ് ടു ബി റിപ്പോർട്ടഡ് ടു ദ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസ് ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അപ്പൊ ഇങ്ങനെയുള്ള ജനനം, മരണം, അതുപോലെ ഗർഭാവസ്ഥയിലുള്ള ശിശുമരണം അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന രജിസ്ട്രേഷൻ അതോറിറ്റികളെ അറിയിക്കണം. അതായത് രജിസ്ട്രേഷൻ അതോറിറ്റി എന്ന് വെച്ചാൽ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഓഫീസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാറില്ലേ, ജനനം മരണമൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഒന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന, അത് മീൻസ് ഡയറക്റ്റ്ലി അത് ഇൻഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് വഴിയായിട്ട് അത്തരം കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. അത് തന്നെ പഞ്ചായത്തിനായിട്ട് അറിയിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ അത്തരം വിവരങ്ങൾ നമ്മൾ റിലീസ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. അത്തരം ഇവന്റുകളൊക്കെ റിലീസ് ചെയ്യേണ്ടതാണ്. പിന്നെ പറയുന്നത് എന്താണ്, കോർട്ട് ഓർഡർ ആണ്. അതാണ് കോർട്ട് ഓർഡർ, അതായത് കോടതി ഉത്തരവുകളൊക്കെ വരികയും അതാണ് പറയുന്നത്. ദ ഹോസ്പിറ്റൽ ആൾസോ മസ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു ദി കോർട്ട് ഓർഡർ. അതായത് ഒരു കോടതി ഉത്തരവിനോടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട്, കോടതി കേസ് വരെയാണ്, കോടതി പറയേണ്ട ഇത്തരം വിവരങ്ങൾ അറിയേണ്ടത് എന്തെന്ന് ഒരു കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിന് എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരം വിവരങ്ങൾ, അതിലുള്ള വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് പറയുന്നത്, ഹോസ്പിറ്റൽ ആൾസോ മസ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു എ കോർട്ട് ഓർഡർ. കോർട്ട് ഓർഡർ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും അതിനകത്ത് പറയുന്നത്. റിലീസ് ഓഫ് ഇൻഫർമേഷൻ അത് വേറെ ഒന്നും അതിനകത്ത് പഠിക്കാനില്ല. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ റിലീസ് ചെയ്യാനുള്ള, ആക്സസ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടാവുള്ളൂ. അവർക്ക് പറയുന്നത് മെഡിക്കൽ ഡോക്ടർമാര്, നഴ്സുമാര്, പാരാമെഡിക്കൽ സ്റ്റാഫുകള്, MRT ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫ്. ഇനി എങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസിന്റെ ആ ബ്രാക്കറ്റിലുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. മിക്കവാറും അത് മെഡിക്കോ ലീഗൽ കേസുകളൊക്കെയാണ്, അത് നമുക്ക് റിലീസ് ചെയ്യാം. അതുപോലെ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അല്ലെ, പകരുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ റിലീസ് ചെയ്യാം. പിന്നെ ബർത്ത്, ഡെത്ത്, ശിശുമരണങ്ങൾ പോലുള്ള ഇവന്റ്സുകൾ പുറത്തോട്ട് റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ കോർട്ട് ഓർഡറിന്, അതായത് കോടതി ഉത്തരവിന് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം വിവരങ്ങൾ റിലീസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ഇല്ല. അത് നോക്കാം, നമുക്ക് നെക്സ്റ്റ് നോക്കാലോ.
ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിലെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെ കണ്ടന്റുകളാണ് ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉള്ളത്? ഒരു കാര്യം നമുക്കറിയാം, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിലവന്റ് ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉണ്ടായിരിക്കും, മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഇത്രയും മനസ്സിലായി അല്ലെ? ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷെ അത് പ്രത്യേകം പഠിക്കാനുണ്ട്, എന്തൊക്കെ കണ്ടന്റുകളാണ് മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് വരുന്നത്. അത് പഠിക്കുമ്പോൾ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റ് പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് പഠിക്കേണ്ടത്. ഇതൊക്കെയാണ് രണ്ട് കാറ്റഗറി എന്ന് അറിയാമോ? ഒന്നാമത്തേതാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. എളുപ്പമായിട്ട്, അതൊക്കെ എളുപ്പമായിട്ടാ, ഒന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, അതാണ് ഒരു കാറ്റഗറി. എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യേണ്ടതും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഡാറ്റകളാണ് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അടുത്ത ഡാറ്റ ഏതാണെന്നറിയാമോ? ക്ലിനിക്കൽ ഡാറ്റയാണ് കേട്ടോ. അടുത്ത ഇതാണ് ക്ലിനിക്കൽ ഡാറ്റ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചികിത്സാപരമായിട്ട് ചികിത്സാ സംബന്ധമായിട്ട് ഡോക്ടർമാര്, നഴ്സുമാര് അവരൊക്കെ രേഖപ്പെടുത്തുന്ന കുറെ ഡാറ്റകളുണ്ടാവും. ഈ രണ്ട് ഡാറ്റകളാണ് മെഡിക്കൽ റെക്കോർഡിന്റെ കണ്ടന്റുകളായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മെഡിക്കൽ റെക്കോർഡിന് പ്രധാനമായിട്ടും രണ്ട് കണ്ടന്റ് എന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് കണ്ടന്റുകൾ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനും മറ്റൊന്ന് ക്ലിനിക്കൽ ഡാറ്റ. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലിനിക്കൽ ഡാറ്റ ആണെങ്കിൽ നമുക്കൊരു 10-21 ക്ലിനിക്കൽ ഡാറ്റകൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കാം ഫസ്റ്റ് കേട്ടോ. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരും നോക്കിയേ. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. എന്താണ് അഡ്മിഷൻ ചാർജ് റെക്കോർഡ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് എന്തായിരിക്കും? അതായത് റെക്കോർഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ചാർജസ് ഓഫ് അഡ്മിഷൻ അല്ലെ? ഒരു രോഗിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ, റൂം റെന്റുകൾ അല്ലെ, അതൊക്കെ വരാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. പിന്നെന്താണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ജോലി കറക്റ്റ് ആണ്. ബിൽസ്, അതന്നെ ബില്ലുകളൊക്കെ അല്ലെ. അഡ്മിഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ റൂം റെന്റ് വരും, മറ്റു ബില്ലുകളും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതിന്റെ ചെലവുകളും അല്ലെ, പേയ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിന്റെയൊക്കെ ചാർജുകൾ. ഓരോ ചാർജ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയായിരിക്കും ആ ഒരു റെക്കോർഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെന്താണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ, അറ്റസ്റ്റ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട് നിങ്ങള്. അറ്റസ്റ്റ് ചെയ്യാൻ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്യും അല്ലെ. ഏതെങ്കിലും ടെസ്റ്റ് ഓഫീസിനെ കൊണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്യാറില്ലേ? എന്നതുപോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അഡ്മിഷൻ സമയത്ത് ഓക്കെ കറക്റ്റ് സിഗ്നേച്ചർ അല്ലെ. അതായത് ഒരു സാക്ഷ്യപ്പെടുത്തൽ, ഒരു സ്ഥിരീകരണ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മളായിക്കഴിഞ്ഞാൽ അതന്നെ സാക്ഷ്യപ്പെടുത്തലാണ്. നമ്മൾ അഡ്മിഷൻ ഫോം, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അഡ്മിറ്റ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ രജിസ്ട്രേഷനും അഡ്മിഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലെ. നമ്മളാണ് നമ്മുടെ വിവരങ്ങൾ ഫില്ല് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ എന്താ പറയാ മറ്റുള്ള ജെൻഡർ ഐഡന്റിറ്റി, അങ്ങനെയുള്ള ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അതിൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് ഒരു ഡിക്ലറേഷൻ പോലൊരു ഭാഗം ഉണ്ടാവും അല്ലെ. ഇത് സാക്ഷ്യപ്പെടുത്തലാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ട്രൂ ആണ്. ഇതിനെപ്പറ്റി മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊരു ഡിക്ലറേഷൻ കാണാം അല്ലെ. നമ്മൾ അവിടെ ടിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ സൈൻ ഒക്കെ ചെയ്ത് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതാണ് അല്ലെ. നമ്മള് പറ്റി പറഞ്ഞിട്ടുള്ള അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ കറക്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. അതാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അതായത് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് സ്വയം എഴുതാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് മറ്റുള്ള മീൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളായിരിക്കും. അപ്പൊ അവരോട് ചോദിച്ച് രേഖപ്പെടുത്തും. അവസാനം അവരുടെ ഒപ്പ് വാങ്ങും. എന്ന് വെച്ചാൽ അവര് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കറക്റ്റ് ആണ് എന്നുള്ളതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. പറയുന്നതാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ. സ്ഥിരീകരണ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും.
പിന്നെന്താണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ അല്ലെ. പ്രവേശന വ്യവസ്ഥകള് നമുക്കറിയാം. ഒരു രോഗിയുടെ സമ്മതമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രോഗിയെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരുടെ കൺസെന്റ് ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ അഡ്മിഷൻ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഒരു മതിയായ കാരണം കൊണ്ടായിരിക്കുമല്ലോ ആ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ഓക്കെ, അഡ്മിഷന്റെ കണ്ടീഷൻ അതിനകത്ത് പ്രവേശന വ്യവസ്ഥകളാണ്. പിന്നെന്താണ് കണ്ടന്റ് അല്ല കേട്ടോ, കൺസെന്റ് തിരുത്താട്ടോ. ഇവിടെ കണ്ടന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കണ്ടന്റ് അല്ല കൺസെന്റ് എന്നാണ് കേട്ടോ. സമ്മതം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. CONSENT കേട്ടോ, ടി വെട്ടിയിട്ട് എസ് ആക്കാം കേട്ടോ. ഇത് വായിക്കാം. കൺസെന്റ് ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചുള്ളൂ, റിലീസ് ഓഫ് ഇൻഫർമേഷനെ പറ്റി പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതിനൊരു കൺസെന്റ് വേണം. എന്തായാലും പേഷ്യന്റിന്റെ സമ്മതം ഇല്ലാതെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പബ്ലിക് റിലേഷൻ പഠിച്ചല്ലേ, പബ്ലിക് റിലേഷനകത്ത് അതേ പോയിന്റ് പറയുന്നില്ലേ, നമ്മുടെ രോഗിയുടെ സമ്മതം ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അത് തന്നെ കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെന്താണ് സ്പെഷ്യൽ കൺസെന്റ് അല്ലെ. ചിലതിന് നമുക്ക് ചില സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമായിട്ട് വരും. എന്തിനായിരിക്കും, നമ്മൾ സർജറി ഒക്കെ ചെയ്യില്ലേ, അതുപോലെ മറ്റേ സിസേറിയൻ ഒക്കെ ചെയ്യുന്ന സമയത്താണ് തന്നെ ഓപ്പറേഷന് മുമ്പ് സിസേറിയൻ ഒക്കെ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ സൈൻ ഒക്കെ വാങ്ങാറുണ്ട് അല്ലെ. ഇല്ലേ, സ്പെഷ്യൽ കൺസെന്റുകളാണത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ ചെറിയ എക്സ്പ്ലനേഷൻസ് ആണ് അടുത്തത് ഇങ്ങനെ കൊടുത്തേക്കുന്നത്, താഴെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്തൊക്കെ ഡാറ്റകളാണ്? അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, പിന്നെന്താണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, പിന്നെന്താണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, സ്പെഷ്യൽ കൺസെന്റ് അല്ലെ. ഈ 5 പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇവ ഓരോന്ന് എന്താണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം. റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്. അതായത് നമ്മൾ അഡ്മിഷൻ ചാർജ് റെക്കോർഡ് പോലെ തന്നെയാണ് കേട്ടോ. റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് കേട്ടോ. അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഉണ്ട്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക? ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. അതായിരിക്കും ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെ. രോഗിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അത് എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു രോഗിയുടെ വിവരങ്ങൾ കംപ്ലീറ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ആ രോഗിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെന്താണ്, ഡാറ്റ ആർ കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അറിയാലോ, അഡ്മിഷന്റെ സമയത്താണ് ഈ പറയുന്ന ഡാറ്റകൾ എല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓഫ് ഫേസ് ഷീറ്റ്. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ ബേസിക് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ആയി അല്ലെങ്കിൽ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോയ ആളാണെങ്കിൽ അതിന്റെ റെക്കോർഡ് അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെന്താണ്, സമ്മറി ഷീറ്റ്, അതായത് ഡിസ്ചാർജ് സമ്മറിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സമ്മറി ഷീറ്റ് ഓഫ് ഫേസ് ഷീറ്റ് എന്ന് പറയും. ഫേസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഐഡന്റിഫിക്കേഷൻ ഷീറ്റില്ലേ നമ്മൾ ആ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കളക്ട് ചെയ്യുന്ന ഡെമോഗ്രഫിക് ഇൻഫർമേഷൻസ് ഇല്ലേ, പേര് അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങള്, അത് തന്നെയാണ് കേട്ടോ ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് തന്നെയാണ് ഫേസ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും അഡ്മിഷൻ അഥവാ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഉണ്ടായിരിക്കും, അത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടായിരിക്കും. അഡ്മിഷന്റെ സമയത്തായിരിക്കും ഈ പറയുന്ന ഡാറ്റകളെല്ലാം തന്നെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല കേട്ടോ. പിന്നെ അടുത്തത് പിന്നെ നമ്മൾ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥിരീകരണ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്, ഒരു സാക്ഷ്യപ്പെടുത്തലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് മൂന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ആയിരുന്നു അല്ലെ. അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഷീറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ദ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ കൺസെന്റ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അതായത് നമ്മൾ ഈ പറഞ്ഞ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, അതിന്റെ ബാക്ക് സൈഡ്, ഓക്കെ, അതിന്റെ ബാക്കിലാണ് പൊതുവെ
നമ്മൾ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ രേഖപ്പെടുത്തുക. ദാറ്റ് മീൻസ് അഡ്മിഷൻ കൺസെന്റ്, അതായത് അഡ്മിറ്റ് ചെയ്യുന്നതിന് സമ്മതമാണ്, രോഗിക്ക് സമ്മതമാണ് എന്നുള്ളതിന്റെ ആ ഒരു എന്താ പറയുക കൺസെന്റ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന അഡ്മിഷൻ ഫോമിൽ പുറകിലായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് കേട്ടോ. കാര്യം രോഗിയുടെ അനുവാദം ഇല്ലാതെ നമുക്ക് അവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അഡ്മിഷൻ ഫോം ചെയ്താൽ മാത്രം പോരാ, രോഗിയുടെ സമ്മതം കൂടെ കിട്ടണം അല്ലെ. ആ ഒരു അഡ്മിഷൻ കൺസെന്റ് അതിന്റെ പുറകിലായിട്ടായിരിക്കും രേഖപ്പെടുത്തുക കേട്ടോ. ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് അഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ. അപ്പൊ ആ ഒരു കൺസെന്റ് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് അഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ അല്ലെ. ആ ഒരു റൂട്ടീൻ കെയർ അല്ലെ, ആ ഒരു റൂട്ടീൻ പരിചരണം സ്വീകരിക്കാൻ രോഗി തയ്യാറാണ് എന്നാണ് ആ ഒരു കൺസെന്റ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ദ ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഹോസ്പിറ്റലിന് ഒരിക്കലും ഔട്ട്കം എന്താണ് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പൊ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തു, ചികിത്സ കൊടുത്തു, ഇങ്ങനെ ഇതിന്റെ മാറ്റങ്ങളൊക്കെ രോഗിക്ക് വരും എന്നുള്ള ഒരു ഔട്ട്കം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ മാക്സിമം എഫർട്ട് എടുത്ത് നല്ലൊരു ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അവർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് ഹോസ്പിറ്റലിൽ ചെയ്യും. പക്ഷെ അതിന് ഇന്ന ഔട്ട്കം കിട്ടുമെന്ന് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാനായിട്ട് ആർക്ക് കഴിയില്ല, ഹോസ്പിറ്റലിന് കഴിയില്ല. അതങ്ങനെയാണല്ലോ. ഒരു രോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നുള്ളൂ. അയാൾ രക്ഷപ്പെടുമോ, അതിന് ചിലപ്പോൾ മരണത്തിന് വിധേയമാവോ, രക്ഷപ്പെട്ടു വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. മാക്സിമം നമുക്ക് കൊടുക്കാം, ട്രീറ്റ്മെന്റ് കൊടുക്കാന്നുള്ളൂ. ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഓക്കെ, പിന്നെന്താണ്? It is the duty of the admission clerk to describe to the patient the contents of this form and its purpose. അപ്പൊ ഈ പറയുന്ന ഒരു അഡ്മിഷൻ ഫോമിലെ കണ്ടന്റുകളും അതിന്റെ ആ ഒരു ഉദ്ദേശം അല്ലെ, എന്തൊക്കെയാണ് കണ്ടന്റുകൾ, എന്തൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങള് പേഷ്യൻസിന് വിശദമാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അതൊരു അഡ്മിഷൻ ക്ലർക്കിനാണുള്ളത് അല്ലെ. കാര്യം നമ്മളൊരു ആളുകൾ വരുമ്പോൾ അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ. അഡ്മിഷൻ ഫോമിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ രേഖപ്പെടുത്തുന്ന സമയത്ത് എന്തിനാണ് അത് രേഖപ്പെടുത്തുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങള് രോഗിക്ക് വിശദമാക്കി കൊടുക്കേണ്ടത് ഒരു അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഡിസ്ക്രൈബ് ദ പേഷ്യന്റ് the contents of the admission form and its purpose. ഇത് ചോദിച്ചാല് അത് ആർക്കാണ് ആ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? അഡ്മിഷൻ ക്ലർക്കിനാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുമില്ല, അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ ചിലതിൽ കമ്മ്യൂണിറ്റി, ചില റിലീജിയൻ ഒക്കെ ചോദിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നാതെ എന്തിനാ ഇതൊക്കെ ചോദിക്കണേന്ന് തോന്നാം. പക്ഷെ അത് വേറെ പർപ്പസിനായിരിക്കും. ദാറ്റ് മീൻസ് ചിലപ്പോ ആ ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ ചില പ്രത്യേക ഹെൽത്ത് പരിരക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അതൊക്കെ രേഖപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ വിശദമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അഡ്മിഷൻ ക്ലർക്കിനാണ് ഉള്ളത്. ഓക്കെ, ക്ലാരിഫിക്കുന്നു. അടുത്തത് ഏതാണ്? കൺസെന്റ് ഫോർ ദ കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അറിയാലോ, നമ്മൾ റിലീസ് ഓഫ് ഇൻഫർമേഷൻ ഇപ്പൊ പറഞ്ഞോളൂ. അതിന്റെ കൺസെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, അതായത് പേഷ്യന്റിന് അവരുടെ വിവരങ്ങൾ റിലീസ് ചെയ്യണമെങ്കിൽ അവരുടെ കൺസെന്റ് ആവശ്യമാണ് അല്ലെ. പേഷ്യന്റിന് സമ്മതമൊന്നും ഇല്ലാതെ ഒരിക്കലും അവരുടെ വിവരങ്ങൾ ആർക്കായാലും കൊടുക്കാനായിട്ട് പാടില്ല. അവരെ അറിയിക്കണം, ഇന്ന കാരണമുണ്ട്, ഇന്നതുകൊണ്ട് അയക്കാണ്, വിവരങ്ങൾ പുറത്തു വിടുന്നുണ്ട് എന്ന് പേഷ്യന്റിന്റെ ഒരു കൺസെന്റ് കൊടുത്തിരിക്കണം. പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അത് it permits the hospital to send to specifically named organization the copies of the patient's medical record. അതിങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇതാവില്ല, ഇങ്ങനെ വായിക്കാട്ടോ. It permits the hospital to send the copies of the patient's medical record to specifically named organization. അതായത് ഈ ഒരു കൺസെന്റ് ഹോസ്പിറ്റലിന് ഇതിന് അനുവാദം കൊടുക്കാണ് ഈ പറയുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോപ്പികള് ചില എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻ, അത് ആര് വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇൻഷുറൻസ് കമ്പനികളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ മെഡിക്കോ ലീഗൽ കേസുകളാണ്, ചിലപ്പോൾ പോലീസിന്റെ കോർട്ടിനെ ഒക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് കൊടുക്കാനുള്ള ആ ഒരു പെർമിഷൻ ഹോസ്പിറ്റലിന് ലഭിക്കുന്നത് ഈ ഒരു കൺസെന്റിലൂടെയാണ്. രോഗിയുടെ ഒരു കൺസെന്റ് ലഭിച്ചാല് that permits the hospital to send the copies of patients record to the specifically named organizations. Okay.
വെട്ടിക്കളയുന്നതാ. വെട്ടിക്കളയുണ്ടെങ്കിൽ നീ വെട്ടിക്കളയണ്ട കേട്ടോ. വായിക്കുമ്പോ ഒന്ന് തിരിച്ച് വായിച്ചാൽ മതി. ഇങ്ങനെ വായിക്കുന്ന ഒരു അപാകത നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ടു സ്പെസിഫിക്കലി നെയ്മഡ് ഓർഗനൈസേഷൻ കോപ്പീസ് ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്. വായിക്കുമ്പോ ഒരു സുഖിലായ്മ തോന്നുന്നില്ലേ? അപ്പൊ ഇങ്ങനെ വായിച്ചു നോക്കിയേ. ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ദ കോപ്പീസ് ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ് ടു സ്പെസിഫിക്കലി നെയ്മഡ് ഓർഗനൈസേഷൻ. അങ്ങനെ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഓക്കെ തെറ്റ് വിജയൻ അങ്ങനെയാണ്. കുഴപ്പമില്ല കേട്ടോ. വായിച്ചപ്പോ അത്ര സുഖം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വായിക്കാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അത്രയുള്ളൂ. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. കൺസെന്റ് ഉണ്ടല്ലോ, കൺസെന്റ് എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം അല്ലെ? ഈ പറയുന്ന അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ പുറകിലായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കൺസെന്റ് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. Patient signature on this form permits the hospital to release the medical information combined during the current episode of care. അതായത് ഈ ഒരു കൺസെന്റ് ഫോമില് പേഷ്യന്റ് ഒപ്പിട്ട് കഴിഞ്ഞാല് സിഗ്നേച്ചർ അല്ലെ അവരുടെ സൈൻ ചെയ്ത് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം? അതുവരെയുള്ള രോഗിയുടെ പരിചയത്തിൽ സമാഹരിച്ച എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാനായിട്ട് ഒരെണ്ണമാണ് ഹോസ്പിറ്റലിന് കിട്ടുന്നത്. ഓക്കെ, കൺസെന്റ് ഫോം ഉണ്ട്. ആ ഒരു ഫോമില് പേഷ്യന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം? ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് സമാഹരിച്ച എല്ലാ വിവരങ്ങളും റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സിമ്പിൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കറിയേണ്ടത് സ്പെഷ്യൽ കൺസെന്റ് ആണ് അല്ലെ? സ്പെഷ്യൽ കൺസെന്റ് എന്തായിരിക്കും? സ്പെഷ്യൽ കൺസെന്റ് നീഡഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ് അല്ലെ? ഇപ്പൊ ഈ രോഗിയിൽ ചെയ്യുന്ന ചില നോൺ റൂട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്നും ചെയ്യുന്നതല്ല അല്ലെ? ഒരു സർജറി എന്നും ചെയ്യുന്ന കാര്യമാണോ? അല്ല. ചില സ്പെഷ്യലി ഇത് വരുമ്പോഴാണ് സർജറി ഇത് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത്തരത്തില് നോൺ റൂട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിനായിട്ട് നമുക്ക് എന്ത് ആവശ്യം വരും? പേഷ്യന്റിന്റെ സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമായിട്ട് വരും അല്ലെ? നോർമൽ കൺസെന്റ് അല്ല, സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമായിട്ട് വരും. ഓക്കെ, അതാണ്. This gives written proof that the patient agrees to the procedure recorded in on the form. അപ്പോ ഈ ഒരു സിഗ്നേച്ചർ ആ ഒരു സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറഞ്ഞത് ആ ഒരു ഫോമിൽ പറയുന്ന ആ ഒരു പ്രൊസീജിയർ സ്വീകരിക്കാൻ രോഗി തയ്യാറാണ്, അല്ലെങ്കിൽ രോഗി അത് തയ്യാറാണ് എന്നുള്ളതിനുള്ള രേഖാമൂലമുള്ള ഒരു തെളിവാണ് ആ ഒരു സ്പെഷ്യൽ കൺസെന്റിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ റിക്വയർ ദാറ്റ് the medical staff bylaws and rules and regulations states that a surgical operation may be executed only on the consent of the patient or legal representative accepted in emergencies. അതില് accept in emergencies എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാട്ടോ. ഇത്രയേ ഉള്ളൂ പറയുന്നത്. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ, എമർജൻസി സാഹചര്യങ്ങളിൽ ഒഴികെ രോഗിയുടെ സമ്മതത്തോടുകൂടി മാത്രമേ എന്ത് നടത്താവൂ? ശസ്ത്രക്രിയ നടത്താനായിട്ട് പാടുള്ളൂ. മനസ്സിലായല്ലോ? സർജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടഡ് ഓൺലി ഓൺ ദ കൺസെന്റ് ഓഫ് ദ പേഷ്യന്റ്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൺസെന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ ആ ഒരു സമ്മതത്തോടു കൂടി മാത്രമേ എന്ത് നടത്താനായിട്ട് പാടുള്ളൂ? സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താനായിട്ട് പാടുള്ളൂ. പ്രത്യേകം പറയുന്നുണ്ട് ആക്സെപ്റ്റിംഗ് എമർജൻസീസ് കേട്ടോ. എമർജൻസി സാഹചര്യങ്ങളിൽ ഒഴികെ. ഇപ്പൊ എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന ഒരു പേഷ്യന്റ് ആണ്, പെട്ടെന്ന് സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് കൺസെന്റ് ഒന്നും നോക്കി വെക്കാനുള്ള ടൈം ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ സർജറിക്ക് കയറ്റേണ്ടതായിട്ട് വരും. അതാണ് പറഞ്ഞത്, എമർജൻസി സാഹചര്യങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും രോഗിയുടെ സമ്മതത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? സർജറി ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണ് മെഡിക്കൽ സ്റ്റാഫ് ബൈലോസ് റൂൾസ് ഒക്കെ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് കണ്ടത് കേട്ടോ. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ ഏതിനകത്ത് ഉണ്ടായിരിക്കും? മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? ക്ലിനിക്കൽ ഡാറ്റയാണ് അല്ലെ? ക്ലിനിക്കൽ ഡാറ്റ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നൊക്കെ ഒരു 10-23 ഉണ്ട് കേട്ടോ. നോക്കാം എന്താണെന്നാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് പിന്നെയുള്ള പേജിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ നോക്കൂ, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് കേട്ടോ. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഫിസിഷ്യൻസ് ഓർഡർ എന്നാണ് കേട്ടോ. ഫിസിഷ്യൻസ് എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ.
ഫിസിഷ്യൻസ് ഓർഡർ എന്നാക്കാം കേട്ടോ, ഓർഡർ എന്നാക്കാം കേട്ടോ, ഫിസിഷ്യൻസ് ഓർഡർ. പിന്നെ എന്താണ് പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്സ്, പാത്തോളജി റിപ്പോർട്ട്സ്, പിന്നെ എന്താണ് റേഡിയോളജി റിപ്പോർട്ട്സ്, പിന്നെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട് അല്ലെ, ECG ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ECG റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡാറ്റ. ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ ഓപ്പറേഷന്റെ പ്രൊസീജിയേഴ്സിന്റെ ഡാറ്റയാണ് കേട്ടോ, ഓപ്പറേറ്റീവ് ഡാറ്റ. പിന്നെന്താണ് അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. അത് തന്നെയാണ് കേട്ടോ, അത് ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റീവ് റിപ്പോർട്ട് സെയിം തന്നെയാണ് കേട്ടോ. പിന്നെന്താണ് നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ്. ഓക്കെ, നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ്, TPR ഗ്രാഫിക് ചാർട്ട് കേട്ടോ, TPR ഗ്രാഫിക് ചാർട്ട്. എന്താണ് TPR? ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ റെസ്പിറേഷൻ കേട്ടോ. ടെമ്പറേച്ചർ, P ഫോർ പ്രഷർ, R ഫോർ റെസ്പിറേഷൻ. പഠിക്കൂ കേട്ടോ. ഇതിൽ വരുന്നുണ്ട് TPR ഗ്രാഫിക് ചാർട്ട്. പിന്നെന്താണ് മെഡിക്കേഷൻ ഷീറ്റ്, പിന്നെ ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, മീൻസ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, പിന്നെ റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസ്സലേനിയസ് റിപ്പോർട്ട്സ്, ലബോറട്ടറി റിപ്പോർട്ട്സ്, ഡിസ്ചാർജ് സമ്മറി. ശരിക്കും നോക്കുമ്പോൾ 21 ഉള്ളൂ. ലബോറട്ടറി റിപ്പോർട്ടിന്റെ തന്നെയാണ് നമ്മൾ പാത്തോളജി എന്ന് പറഞ്ഞില്ലേ, പാത്തോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. അതുപോലെ ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ 21 വരുള്ളൂ കേട്ടോ, 21. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താണെന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നോട്ട് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കും കേട്ടോ. നോക്കാം, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് കേട്ടോ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. അതിനകത്ത് എന്താണ്, ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ ഡാറ്റയാണ് കേട്ടോ പറയുന്നത്. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഒരു കണ്ടന്റ് ആണ്, അതിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറി ക്ലിനിക്കൽ ഡാറ്റയാണ്. അപ്പൊ ക്ലിനിക്കൽ ഡാറ്റയിലാണ് 21 വരുന്നത് കേട്ടോ. അപ്പൊ ഓരോന്നും എന്താണെന്നാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡാണ് അല്ലെ. എന്താണ് അതിനകത്ത് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ. ഈ പറയുന്ന രോഗനിർണയം അതുപോലെ ചികിത്സാ ക്രമങ്ങളുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ്സുകൾ, വിശദാംശങ്ങളാണ് ഈ ഒരു റെക്കോർഡിനകത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കുക കേട്ടോ. പിന്നെന്താണ്? ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഓതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ അല്ലെ. ആർക്കാണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാനുള്ള ആ ഒരു ലയബിലിറ്റി ആർക്കാണ്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ് അല്ലെ. അവർ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറാണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ, ഈ പറയുന്ന ഡയഗ്നോസിസ്, പ്രൊസീജിയർ, സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തയ്യാറാക്കുന്നതും അത് രേഖപ്പെടുത്തുന്നതും ആരാണ്? ഡോക്ടറാണ് അല്ലെ. ഡോക്ടറാണ് ആ വിവരങ്ങൾ കൊടുക്കുന്നതും ഓതന്റിക്കേറ്റ് ചെയ്യുന്നതും ആ ഇൻഫർമേഷൻസിന്റെ ജെന്യുവിനിറ്റി അല്ലെ. ഓതന്റിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ആധികാരികത, മീൻസ് അതിന്റെ ജെന്യുവിനിറ്റി എന്താണ് ഉറപ്പാക്കുന്നത് അവരെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പിന്നെ മാത്രമല്ല ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നീ വേണ്ട കേട്ടോ, ഇവിടെ ഒരു മീ കയറി വന്നിട്ടുണ്ട്, നീ വെട്ടിട്ടോട്ടാ, വെട്ടിട്ടോളെ. ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വെൽ റിട്ടൺ ഇൻ ഫുൾ വിതൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവിയേഷൻസ്. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും ഒക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. പ്രത്യേകം പറയുന്നുണ്ട് വിതൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവിയേഷൻസ്. അവിടെ സിംബൽസോ അബ്രിവിയേഷൻസ് ഒന്നും യൂസ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് തന്നെ എല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. മനസ്സിലായല്ലോ? ആദ്യത്തെ ക്ലിനിക്കൽ ഡാറ്റ എന്താണ്? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡാണ്. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. ആരാണ് ഈ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് ഒക്കെ റെക്കോർഡിനായിട്ട് രേഖപ്പെടുത്തുന്നത്? ആരാണ്? ഡോക്ടറാണ് അല്ലെ. അറ്റൻഡിങ്. എന്താണ് അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ചുരുക്കെഴുത്ത് അല്ലെ. നമ്മൾ പഠിച്ചില്ലേ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചപ്പോ അബ്രീവിയേഷൻസ് പഠിച്ചില്ലേ നമ്മള്? എന്താണ്? ചുരുക്കെഴുത്ത്. PHC എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ. അതിന്റെ ചുരുക്കെഴുത്താണ് PHC എന്ന് പറയുന്നത് അല്ലെ. ഷോർട്ട് നോട്ട് ആണ് കേട്ടോ. ഓക്കെ, അബ്രീവിയേഷൻ കേട്ടോ, ചുരുക്കെഴുത്ത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡയഗ്നോസിസും പ്രൊസീജിയറും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തേണ്ടത് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ്. അതും എങ്ങനെ രേഖപ്പെടുത്തണം? സിംബലുകളും ഷോർട്ട് നോട്ട് ആയിട്ടൊന്നും രേഖപ്പെടുത്തരുത്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെൽ റിട്ടൺ ഇൻ ഫുൾ എന്നാണ് പറയുന്നത്.
വ്യക്തമായിട്ട് ഫുള്ളായിട്ട് എഴുതി തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം കൂടെ പറയാം കേട്ടോ. മെഡിക്കൽ ഹിസ്റ്ററി കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററി. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല്? ദ ഡാറ്റ ഫിസിഷ്യൻ യൂസസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഓൺ വിച്ച് ടു ബേസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതായത് എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി? മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോക്ടർ ഒരു പ്രാഥമികമായിട്ടൊരു ഇനീഷ്യൽ ഡയഗ്നോസിസ് തീരുമാനിക്കാനായിട്ടൊരു എന്താ പറയാ പ്രാഥമികമായിട്ടൊരു താൽക്കാലിക രോഗനിർണയം നടത്താനായിട്ട് അവര് ഉപയോഗിക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ആസ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലോ അലർജി ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എന്തായാലും നമ്മളോട് ഒരു ചോദ്യം ചോദിക്കും അല്ലെ, നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ചോദിക്കും. അലർജിക് പ്രോബ്ലം ആയിട്ടൊക്കെ പോകുമ്പോൾ ചോദിക്കും ഡോക്ടർ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ആസ്മാറ്റിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. എന്താണ് അവിടെ ഡോക്ടർ നമ്മളോട് അങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയാണ് അവിടെ ചോദിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൂടെ ഡോക്ടർക്ക് ഒരു ഇനീഷ്യൽ രോഗനിർണയമാണ് അവിടെ ഡോക്ടർ നടത്തുന്നത്, ഫിസിക്കൽ എക്സാമിനേഷൻ അല്ല. അപ്പൊ ഡോക്ടർക്ക് അനുമാനിക്കാൻ പറ്റും അപ്പൊ ഇന്ന റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു ഇതുണ്ട്, അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കാം ഇയാൾക്ക് ഈ അസുഖം വന്നതിനുള്ള ഒരു അനുമാനം, ഒരു കൺക്ലൂഷൻ ഡോക്ടർക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ആ ഒരു രീതിയിൽ ഒരു എന്താ പറയുക ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു താൽക്കാലിക രോഗനിർണയമാണത്. നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ നടത്തണം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ദ ഡാറ്റ ഫിസിഷ്യൻ യൂസസ് ടു എസ്റ്റാബ്ലിഷ്, അതെ ജെനറ്റിക്സ് ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയാണ് അവർ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ദ ഡാറ്റ ഫിസിഷ്യൻ യൂസസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഓൺ വിച്ച് ടു ദ ബേസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് അല്ലെ. പേഷ്യന്റിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഇനീഷ്യൽ ഡയഗ്നോസിസ് നടത്താനായിട്ട് ഒരു ഫിസിഷ്യൻ യൂസ് ചെയ്യുന്ന ഡാറ്റയാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് എന്തെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളായിട്ട് ഒരു മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് ഉണ്ടായിരിക്കാം? ചീഫ് കംപ്ലൈന്റ് അല്ലെ, ചീഫ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. രോഗി എന്ത് പ്രധാന പ്രശ്നങ്ങളായിട്ടാണ് ഡോക്ടർ വന്ന് കണ്ടത്, ആ ചീഫ് കംപ്ലൈന്റ് അല്ലെ, ചീഫ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രസന്റ് ഇൽനെസ്, നിലവിലുള്ള അവരുടെ രോഗാവസ്ഥ എന്താണ്. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അവരുടെ കഴിഞ്ഞ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്. ഫാമിലി ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ കുടുംബ ഫാമിലി ഹിസ്റ്ററി, ഹെൽത്ത് ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റം, റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ അവലോകനം ചെയ്യാം അല്ലെ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ട് അതിന് മൊത്തത്തിൽ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഡോക്ടർക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും അല്ലെ. എന്തായിരിക്കും രോഗനിർണയത്തെ പറ്റിയുള്ളൊരു കൺക്ലൂഷൻ അതിലൂടെ ഡോക്ടർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു എന്താ പറയാ the data that physician uses to establish a preliminary provisional diagnosis is known as എന്താണ്? മെഡിക്കൽ ഹിസ്റ്ററി ആണ് അല്ലെ. ഒരു പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് നടത്താനായിട്ട് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന ഡാറ്റ എന്താണ്? അത് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചീഫ് കംപ്ലൈന്റ്സ്, പ്രസന്റ് ഇൽനെസ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, റിവ്യൂ ഓഫ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.